നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലക്നൌവിൽ 2 വയസ്സുകാരനെ സ്വന്തം പിതാവ് കീടനാശിനി നൽകി കൊലപ്പെടുത്തിയ ശേഷം മേൽക്കൂരയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതിദാരുണമായിട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാണ് സംഭവം നടന്നിരിക്കുന്നത്. മകൻ ലളിത് 2 വയസ്സ് മാത്രമാണ് ഈ കുഞ്ഞിന് പ്രായമെന്ന് ഓർക്കണം. പ്രതിയായ പിതാവ് രാജ് ബഹാദൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണമെന്ന് പറയുന്നത് ഭാര്യയുമായുള്ള തർക്കമാണ്. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് സംശയിച്ചാണ് ഇയാൾ ഈ 2 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നതെന്ന് പോലീസ് പറയുന്നു. ഭാര്യയുമായി വഴക്കിട്ട് വീടിന്റെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട ശേഷം രാജ് ബഹാദൂർ ടെറസിലേക്ക് കയറുകയും അവിടെ നിന്ന് കുഞ്ഞിനെ താഴേക്ക് എറിയുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്യുകയായിരുന്നു. ഭാര്യ യമുനാവതി വരാന്തയിൽ നിന്ന് തുണി കഴുകുന്നതിനിടയിലാണ് ഇയാൾ കുഞ്ഞിനെ എടുത്ത് ടെറസിൽ കയറിയത്. ഭീഷണി ഉയർത്തുന്നതിനിടയിൽ ഇയാൾ ടെറസിൽ സൂക്ഷിച്ചിരുന്ന കീടനാശിനി കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കുട്ടിയെ മേൽക്കൂരയിൽ നിന്ന് റോഡിലേക്ക് എറിയുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കുഞ്ഞിന്റെ കഴുത്ത് ഒടിഞ്ഞു. കുടുംബവും പ്രദേശവാസികളും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ലളിതിനെ രക്ഷിക്കാനായില്ല. മരണവാർത്ത അറിയിച്ച ശേഷം രാജ് ബഹാദൂർ വീണ്ടും ടെറസിലേക്ക് ഓടുകയും ഒരു കത്തി കയ്യിൽ പിടിച്ച് ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ സ്വയം കുത്തി പരിക്കേൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് വിവരം. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. 7 വർഷം മുമ്പാണ് രാജ് ബഹാദൂറും യമുനാവതിയും വിവാഹിതരാകുന്നത്. ദമ്പതികൾക്ക് അങ്കുഷ്, ലളിത് എന്നീ 2 ആൺമക്കളായിരുന്നു. ബഹാദൂർ മദ്യത്തിന് അടിമയാണെന്നും ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെന്നും സഹോദരി ലക്ഷ്മി വെളിപ്പെടുത്തുകയാണ്. യമുനാവതിയെ എപ്പോഴും സംശയമാണെന്നും ലളിത് തന്റെ കുട്ടിയല്ലെന്നും നിരന്തരം ആരോപിക്കുകയും ചെയ്തിരുന്നതായി സഹോദരി പറഞ്ഞു. ഇതാദ്യമായല്ല രാജ് ബഹാദൂറിൽ നിന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റമുണ്ടാകുന്നത്. മുൻപും ഇയാൾ യമുനാവതിയെ അരിവാൾ കൊണ്ട് ആക്രമിച്ചിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ ടെറസിൽ കയറി ഇഷ്ടികകൾ എറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വ്യാഴാഴ്ച രാജ് ബഹാദൂറിന് മദ്യത്തിന് പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഭാര്യയുമായി സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. 3 ദിവസം മുമ്പ് ഇയാൾ ഭാര്യയെ മാതൃവീട്ടിൽ നിന്ന് തിരികെ വിളിച്ചിരുന്നു. വ്യാഴാഴ്ച വയലിൽ കീടനാശിനി തെളിക്കാൻ പോയ ബഹാദൂർ ഭാര്യയോട് മദ്യം വാങ്ങാൻ പണം ചോദിച്ചപ്പോൾ പണം തരില്ലെന്ന് പറഞ്ഞതോടെയാണ് ദമ്പതികൾക്കിടയിൽ വഴക്ക് മൂർച്ഛിച്ചത്. സംഭവത്തിൽ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് കേരളത്തിലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു നടുക്കുന്ന സംഭവം ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കല്ലൂരിലായിരുന്നു ഇത്തരത്തിൽ ഭാര്യയെ സംശയത്തെ തുടർന്ന് മരം മുറിക്കുന്ന കോടാലി ഉപയോഗിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അതും 2 മക്കളുണ്ട്. ആ മക്കൾ തൊട്ടപ്പുറത്ത് മുറിയിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് ഭാര്യയെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമുണ്ടാവുകയും മറ്റൊരു ബന്ധമുണ്ടെന്ന് സംശയിക്കുകയും അതിനെ തുടർന്ന് ഭർത്താവ് അതിക്രൂരമായി കോടാലി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചത്. അതിനുശേഷം അവർ അവിടെ രക്തം വാർന്ന് മരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം കുട്ടികളെ പതിവ് പോലെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരു കുട്ടി ഒരു ചെറിയൊരു ആവശ്യത്തിന് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ മൃതദേഹം ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ടത് കണ്ടത്. തുടർന്ന് കുട്ടി കുറെ തവണ വിളിച്ചപ്പോൾ അനക്കമില്ല. പുതപ്പ് മാറ്റിയപ്പോഴാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കഴുത്തിനും തലയ്ക്കും വെട്ടേറ്റ് യുവതി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിദാരുണമായിട്ടുള്ള സംഭവം.